ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ദൈവാത്മാവിൽ നിയോഗിതനായിരിക്കുന്നത്. സക്സസിനെ കുറിച്ചൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കുകയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുകയും റെഫറൻസ് നോട്ട് ചെയ്യുകയും വചനത്തെ നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ റിയലായിട്ടുള്ള സക്സസ് നമുക്ക് സംഭവിക്കുന്നത് ഒബ്വിയസ്ലി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ തന്നെയാണ്. ആ ജീവിതത്തെ വിശുദ്ധ ബൈബിൾ ഒരു പേര് പരാമർശിക്കുന്നുണ്ട്. അങ്ങനത്തെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രം ജീവിക്കുന്നൊരു ജീവിതം, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി പിന്നെയും ഈ ജീവിതത്തിലേക്ക് വന്ന് മറ്റൊന്നിലേക്ക് പോയി പിന്നെ ഈ ജീവിതത്തിലേക്ക് വന്നുള്ള ജീവിതത്തെ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രം കണക്റ്റഡായി ജീവിക്കുന്ന ജീവിതത്തെ വിശുദ്ധ ബൈബിൾ ഒരു പേരിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സോയി ലൈഫ് എന്ന് പറയുന്നത്. സോയി ലൈഫ് ZOE സോയി ലൈഫ് ഇങ്ങനെയൊക്കെ അതിനെ നമ്മൾ വിളിക്കാറുണ്ട്. സോയി ലൈഫ് ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ് എന്നാണ് അതിനെ പറയുന്നത്. ദൈവത്തെ പോലെയുള്ളൊരു ജീവിതം. ദൈവം എങ്ങനെ ജീവിക്കുന്നോ അതുപോലെയുള്ളൊരു ജീവിതമാണ് സോയി ലൈഫിലൂടെ ദൈവം ഒരു മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്നത്. ആർക്കാണ് സോയി ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നത്? ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ട, ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ഏതൊരു മനുഷ്യനും സോയി ലൈഫിലേക്ക് ജീവിക്കാൻ പറ്റും. സോയി ലൈഫിൽ ജീവിക്കുന്നത് ഈസിയാണോ? സോയി ലൈഫിൽ ജീവിക്കാൻ പറ്റായികയൊന്നുമില്ല. എന്നാൽ ആ ജീവിതത്തിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ ആ ജീവിതത്തിൽ നിലനിർത്താത്ത തരത്തിലുള്ള ഫൈറ്റുകൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഒരു ലേശം പോലും നാം താഴേക്ക് ഇറങ്ങാൻ ഇടവരാത്ത തരത്തിലുള്ള ദൈവാത്മാവിൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന, ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതത്തിനകത്ത് തുടരാൻ നാം താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നാച്ചുറൽ ലൈഫിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് ഉയരപ്പെടും. വിശുദ്ധ ബൈബിൾ തന്നെയാണ് അതിൻ്റെ ആധികാരികമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ജീവിതം ഒരിക്കലും സൂക്കെ ലൈഫ് ആയിരുന്നില്ല, സോയ ലൈഫ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സൂക്കെ ലൈഫ് എന്ന് പറയുന്ന അപ്പോൾ എന്തോ മഹാപാപമാണല്ലേ, തെറ്റാണല്ലേ? അല്ല. സൂക്കെ ലൈഫ്, സോയ ലൈഫ് രണ്ടും ജീവിതങ്ങളാണ്. പക്ഷേ രണ്ട് ജീവിത ദർശനങ്ങളിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഒരിക്കലും നിങ്ങൾ കരുതത്തില്ല ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയാണ് ദൈവവും ചിന്തിക്കുന്നതെന്ന്. കാരണം കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, ആ വിചാരങ്ങളിൽ തന്നെ മാറ്റം വരുന്ന ഒരു ലൈഫാണ് സോയ ലൈഫ്. ബൈബിളിൽ ഒന്നിലധികം തവണ ഉപയോഗിച്ചിരിക്കുന്ന ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് സോയ ലൈഫ് എന്ന് പറയുന്നത്. സോയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവൻ. അപ്പോൾ ആരോ പറയുന്നു, ഓ പാസ്റ്റർ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലുമില്ല, നിങ്ങൾക്ക് അക്കിടി പറ്റിപ്പോയി. അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വരുന്നത്. ഒരു നിത്യജീവൻ എവിടെയാണ് ആരംഭിക്കുന്നത്? യെസ് പാസ്റ്റർ, മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയി. ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിത്യജീവൻ ആരംഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് സ്വർഗത്തിൽ പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. ഈ ഭൂമിയിൽ വെച്ച് ആരംഭിച്ച് സ്വർഗത്തിലേക്ക് തുടരുന്ന ജീവിതമാണ് നിത്യജീവൻ. ഈ ഭൂമിയിൽ വെച്ച് ആരംഭിച്ച് സ്വർഗത്തിലേക്ക് തുടരുന്ന ജീവിതം. ഇവിടുന്ന് ആരംഭിച്ചു തുടങ്ങി, ഇവിടുന്ന് കഴിഞ്ഞു സ്വർഗത്തിലേക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി തുടരുന്ന ജീവിതമാണ് നിത്യജീവൻ.
ഇതിനെക്കുറിച്ചാണ് യേശു കർത്താവ് വളരെ സവിസ്തരം സംസാരിച്ചത്. പക്ഷെ കർത്താവ് നമ്മളോട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭൂമിയിലുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പപ്പായിക്ക്, എൻ്റെ അപ്പായിക്ക് ഒത്തിരി കാര്യങ്ങളും കൂടെ, സ്വർഗീയമാകുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ അവിശ്വാസം, മനുഷ്യൻ്റെ സങ്കുചിതമായ ചിന്ത, സങ്കീർണമായ ചിന്ത, ഇടുങ്ങിയ ചിന്ത അവിടുത്തെ അധരത്തെ തുറക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു ധരിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഇത് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയിൽ സംസാരിക്കാനല്ല, അല്ലെങ്കിൽ മറ്റേതൊക്കെയോ ചില കാര്യങ്ങൾ വ്യക്തികൾ ചില പഠിപ്പിക്കുന്നത് പോലെ അല്ല. ദൈവം എനിക്ക് വ്യക്തിപരമായി ചില കാര്യങ്ങൾ വളരെ 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 ആഴമായി എനിക്ക് ഇൻഡിവിജ്വലി ദൈവം എന്നെ ട്രെയിൻ ചെയ്യുകയും ടീച്ച് ചെയ്യുകയും എനിക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനനുസരിച്ചും അത് എൻ്റെ ആ ബോധ്യങ്ങൾ ബൈബിളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിച്ചുമാണ് ഞാൻ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് അങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ജനത്തിന് ഉൾക്കൊള്ളാൻ വയ്യ. കാരണം ജനം ഓൾറെഡി ഒരു ട്രഡീഷനകത്ത് നിൽക്കുന്നു, ഓൾറെഡി ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നു. അവർക്ക് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് പുതിയ അപ്ഡേറ്റ്സ്, ദൈവികമായ അപ്ഡേറ്റ്സ്, ഗോഡ്ലി അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെപ്പോഴും ഒരൊറ്റ സിസ്റ്റത്തിനകത്ത് നിന്നാൽ കാലം മാറുമ്പോൾ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മളത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പുറകിലായി പോകും. നമുക്ക് മുൻപന്തിയിലേക്ക് വരാൻ പറ്റില്ല, നമുക്ക് കാലത്തിനനുസരിച്ച് ചുവട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബൈബിളിൽ സോയ ലൈഫ് എന്ന് പറയുന്നത് പുതിയൊരു അപ്ഡേറ്റ് അല്ല, അത് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നൊരു ലൈഫാണ്, ഗാഡ്സ് കൈൻഡ് ഓഫ് ലൈഫ്. എത്ര പേർക്ക് ദൈവം ജീവിക്കുന്നത് പോലെ, ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം കാൽച്ചുവട് വെക്കുന്നത് പോലെ, ദൈവം കരങ്ങൾ ചലിപ്പിക്കുന്നത് പോലെ, ദൈവം ഡിസിഷൻസ് എടുക്കുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ, മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്? അവരുടെ കൈകൾ ഞാനൊന്ന് കാണട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അത്രയും പേരെ ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ച് കഴിഞ്ഞാൽ, അവിടെയും പറയാനുണ്ട്, ആത്മാവിനാൽ നിറച്ച് കഴിഞ്ഞാൽ, ആ ആത്മാവ് നിറഞ്ഞിരിക്കുന്നത് ആ സോയി ലൈഫിലേക്ക് ഞാൻ നീങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആ നിലവാരത്തിൽ കർത്താവിന് ആക്കി തീർക്കുവാൻ കഴിയും. അപ്പോൾ ഈ നിത്യജീവൻ അല്ലെങ്കിൽ ദൈവികമായ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സമ്പന്നവും സമൃദ്ധവുമായ ദിവ്യ സ്വഭാവം കൊണ്ടും സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നിറഞ്ഞൊരു ജീവിതമാണ് ഈ സോയി ലൈഫ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം, സമ്പന്നമാകുന്ന ദൈവത്തിൻ്റെ സമ്പന്നവും സമൃദ്ധവുമാകുന്ന ദിവ്യ സ്വഭാവം, സ്നേഹം, ശക്തി, കഴിവ് എന്നിവയുടെ ഒരു പൂർണ്ണമാകുന്ന ഒരു ലൈഫാണ് സോയ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സോയി ലൈഫിലേക്ക് ഒരു മനുഷ്യൻ സ്വിച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അവൻ്റെ ജീവിതം സ്വർഗീയമാകുന്ന ഒരു ജീവിതമായി തീരും. സോയി ലൈഫിലേക്ക് ഒരു മനുഷ്യൻ സ്വിച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അവൻ്റെ ജീവിതം സ്വർഗീയമായ ഒരു ജീവിതമായി തീരും. ഒന്ന് ആത്മാവിൽ ചില സെക്കൻഡുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ആ സോയി ലൈഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്താട്ടെ പപ്പ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ഷേൽ ബ്രോ ഖൗമോസ് ആൻഡ് ബ്രോ ഖൗഷസ് ഇൻട പവർ എൽ ഖൗസ ടൽ ബ്രോ സൻറ്റേമ അൽ ബർഫാന ഹസികെ ടൽ ബ്രോ ഖൗസിയ Al Khoriazi and Tebro Shell Brakas in the mighty spirit name of Jesus. 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 അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ച് Al Brosa Tebra Kavoshes Al Brokosa Brente Shell Brahazia Al Verga Mahadeshi Anturu Farahas Al Boru Farahazi Kimahatwa El Kemo Oriam Zetebro Holy. Oh my Lord Jesus. Oh my Lord Jesus. Oh my Lord Jesus, Hail Bakaya Zika Maya Hal Brasatimo Kohuria Basiaha Intama Koza Brashasia Ha La Ba 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 Shata Bakaya Bakaya Ba
ഹൗറ ഫധർ ഹൻതുർ ഫറഹസി ഖമായ ഹൽബിയാറ ഹസിയാൽ ഖമാനിയ ഷൈബ്രറ്റൽ ഹർബഗ സി ഖബ്ര ഹതുരി ഫദർ ഹൽബ. Holy Spirit, ta 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 ta, shabratal brakasiyantalaba. ഒരു നിമിഷം ഒന്ന് രാജൻ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേ ബ്രദറെ. ഹോളി സ്പിരിറ്റ് അപ്പ ഹാലലിയ ഹാലലിയ കഥ സ്വർഗാദി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനുമായി സ്വർഗ്യം പിതാവേ, ഈ മീറ്റിങ്ങിന് വിരുദ്ധമായി എഴുന്നേഴുതി നിൽക്കുന്ന എല്ലാ പോരിന്റെ ആയുധങ്ങളിലും നാസറനായ യേശുവിന്റെ നാമത്തിലെ ബന്ധിക്കുന്നു പച്ചാ. ജീസസ് ബ്ലഡ് ആൻഡ് ജീസസ്, ബ്ലഡ് ആൻഡ് ജീസസ്, ജീസസ് ബ്ലഡ് ആൻഡ് ജീസസ്, ബ്ലഡ് ആൻഡ് ജീസസ്. എല്ലാ പ്രതിസന്ധി മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങൾ മാറട്ടെ. ഈ മീറ്റിങ്ങിന് വിരുദ്ധമായി നിങ്ങൾ അനർത്ഥമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടന്റെ തീയമ്പകളെ യേശുവിന്റെ നാമത്തിൽ കത്തേറിട്ട് യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ വചനം ആത്മാവിൽ തന്നെ ഇടപെടട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരിന്റെ ശക്തിയിലും പിതാവിന്റെ അതിപുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച കഥവേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, എല്ലാ വിരുദ്ധങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സൗണ്ടിന് സിസ്റ്റമായി തടസ്സമായി നിൽക്കുന്ന വചനത്തിന് വിരുദ്ധമായി പോരാടുന്ന എല്ലാ പോരിന്റെ ശക്തികളും പിതാവിന്റെ പുത്രന്റെ അതിപരിശുദ്ധ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ പോരിന് ദൈവത്തിന്റെ പരിശുദ്ധാമോന് ശക്തമായി ഇഷ്ടപ്പെട്ടല്ലേ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അങ്ങയുടെ മഹത്വം ഗ്ലോറി ഇറങ്ങണപ്പാ, അങ്ങയുടെ ഗ്ലോറി ഇറങ്ങണ പച്ച. അങ്ങയുടെ തിരുവചനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാതോർത്തക്കുമ്പോൾ ഇതിന് തടസ്സമായി പോരാടുന്ന ശക്തികളെ, ശത്രു മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ തകർമാറട്ടെ. ഉടനാരികരെ ഗ്രീബലബാദര ബൗഡ ശബ്ദലേരിയ ഗമനബദര ബൗഡ ശബലവരെ ദിനാരിയന്തരെ രഗതരെ രഗതരെ അറമനബദരംദരിയ അന്തരബാലെ ഗമാനിയാന്തരെ രഗതരെ കിലാരിയന്തരെ രഗതരെ അടന വൈഡുര ഹത്തരെ അറബലമന മരവക്ഷേരി ഗമല ഹംദരെ രഗതരെ രേമ ഹംദരെ രേമ രേമ രേകന റോനിയാന്തരെ രഗഷി അലേരി മനബദര ബൗഡ കമലബദര ബൗഡം ദിനി അന്തലാദരദരെ രേദന രഗതരെ അറമന മസൂരി വരവരെ ശംദലാദരദരെ രഗതരെ രേമന ഹംദരെ രഗതരെ അറബലവര മരക്ഷി ഗമലബദര ബൗഡം ധീരി ദിനാരിയന്തരെ രഗതരെ അലവരവര ദിരിഖീശി താലബാലവരവരെ കമലബദര ബൗഡ അഥനാരികതരെ റോനിയാന്തരദരെ രേമന ഹംദരെ അലാവാഷേ അലേരിമാ നഹത്തി കമാലിയാന്തരെ ദിനേരിയാന്തരെ അടന വൈഡുല അന്തലാദരദരെ രേമന ഹംദരെ റമ ഷബാലവരെ. ഈ രണ്ട് പ്ലാറ്റ്ഫാരത്തില് ദാസൻ ഇരിക്കുന്ന പ്ലാറ്റ്ഫാരത്തില് വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പോരാടി നിന്റെ ശക്തികളെ, എല്ലാ അന്ധകാര ബന്ധനം, എല്ലാ വിചാര ബന്ധനം, എല്ലാ ശത്രു മണ്ഡലങ്ങൾ പിതാവിന്റെ പുത്രന്റെ അതിപരിശുദ്ധ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനം ഈ ബോധന ആളിക്കത്തി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കട്ടെ. ദൈവദാസന് അതിശക്തിയോടി അപ്പോൾ സോയ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ഉള്ള ഒരു ജീവിതമാണ്. നമുക്ക് ദൈവത്തെ പോലെ ജീവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം എന്താണ്, യാഹുവ എന്ന് പറയുന്ന അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്ന ദൈവം എന്താണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ ചിന്ത എന്താണ്, ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്, യേശുവാണ്. ആ യേശുവിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, സോയി ലൈഫ്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നിത്യജീവൻ നൽകി ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വീണ്ടും ജനിക്കുമ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിലായിത്തീരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്കും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഈ പുസ്തകത്തിൽ യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു
ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ജീവനില്ലാത്തവർക്ക് ഇത് വായിച്ചിട്ട് ജീവൻ ഉണ്ടാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. എന്നാൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ജീവനുള്ള ഒരു വ്യക്തിക്ക്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ഒരു ജീവന്റെ ആവശ്യമുണ്ടോ? ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ടോ? എന്നാൽ ഉണ്ട് എന്നാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫിലേക്ക് കയറണമെന്നും, നമ്മൾ നിൽക്കുന്ന ഒരു നാച്ചുറൽ ലൈഫിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് നമ്മൾ കടക്കണമെന്നും. ലൈഫ് മീൻസ് ജീവിതം. അപ്പോൾ നമ്മുടെ ഓർഡിനറി ലൈഫിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്കും നാച്ചുറൽ ലൈഫിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് നമ്മൾ കടക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഇദ്ദേഹം വേറെ എന്തോ ഒരു നാട്ടുനടപ്പനുസരിച്ചുള്ള സംസാരമാണ് സംസാരിച്ചു വരുന്ന സൂപ്പർ നാച്ചുറൽ, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മുൻവിധിക്കരുത്. മുൻവിധിയോടുകൂടെ ഈ സന്ദേശം കേൾക്കരുത്. ഞാൻ 1 ഇട്ടാൽ 5 5 ഇട്ടാൽ 10 ഉള്ള മെസ്സേജ് അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഞാൻ യേശുവിനെ പോലെ ഉള്ള ജീവിത ശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ സ്പിരിച്വൽ റിലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ സ്പിരിച്വൽ റിലം, അപ്പോസ്തലന്മാരുടെ സ്പിരിച്വൽ റിലം നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള സ്പിരിച്വൽ റിലമാണ്. അവർ സഞ്ചരിച്ചിരുന്നത്, അവർ പ്രവർത്തിച്ചിരുന്നത്, അവർ പ്രാർത്ഥിച്ചിരുന്നത്. നമ്മളൊക്കെ എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒന്നും വീടിൻ്റെ അടിസ്ഥാനം പോയിട്ട് നമ്മുടെ ഒന്നും പട്ടിക്കൂട് പോലും ചലിക്കുന്നില്ല. സത്യമല്ലേ? അവരും പ്രാർത്ഥിച്ചു, നമ്മളും പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോടൊന്ന് പറയുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്നോട് പറയുകയാണ്, നീ ഇനിയും പ്രാർത്ഥനയിൽ കയറാനുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുക, എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ ഒരാളൊന്ന് പറയാം, നീ ഇനിയും പ്രാർത്ഥനയിൽ കയറാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുൻവിധി പറയുകയാണ്, ഞാനത് പ്രാർത്ഥിക്കാത്ത ആളാണെന്നാണോ? പക്ഷെ അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കുലുങ്ങേണ്ടിടം കുലുങ്ങി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പട്ടിക്കൂട് പോലും അനങ്ങുന്നില്ല. അപ്പം എൻ്റെ പ്രാർത്ഥന ഒരു ഓർഡിനറി ലെവലും അവരുടെ പ്രാർത്ഥന എക്സ്ട്രാ ഓർഡിനറി ലെവലും. കാര്യം മനസ്സിലായി? എവിഡൻസ് കൊണ്ടുവരുന്ന, പ്രൂഫ് കൊണ്ടുവരുന്ന, സൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രയർ ഫലം അവർക്കുണ്ട്. പ്രയർ റിലം അവർക്കുണ്ടായിരുന്നു. അടയാളം കൊണ്ടുവരുന്ന ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വേറെ രീതിയിൽ അതിനെ ചിന്തിക്കരുത്. ബൈബിളിലൊന്നും വെറുതെ എഴുതത്തില്ല. ഏലീശ പ്രവാചകനെ മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോൾ, ബാലന്മാരാ മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോൾ ഏലീശ പ്രവാചകൻ അവരെ നോക്കി ശപിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യത്തോടെ നോക്കി. കാട്ടിൽ നിന്ന് പെൺകരടികൾ വന്ന് അതിനെ കടിച്ചു കീറിക്കളഞ്ഞു ബാലന്മാരെ. അപ്പോൾ ചോദിക്കാതെ അവർ ദൈവത്തിന് വേണ്ട പിള്ളേരല്ലേ, അങ്ങനെ ചെയ്യാമോ? അപ്പോൾ ദൈവം ക്രൂരനല്ലേ എന്നൊക്കെ തോന്നും. അതിനൊന്നും പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ലെന്ന് നേരത്തെ മെസ്സേജ് അവസാനിപ്പിക്കണം. ഏലീശ പ്രവാചകൻ, നിങ്ങൾ അത്രയും മാത്രം നോക്കിയത്. ഏലീശ പ്രവാചകന്റെ വട്ടപ്പേര് പറഞ്ഞു വിളിച്ചു, മൊട്ടത്തലയാന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം എന്തോ ചിലത് പറഞ്ഞപ്പോൾ പെൺകരടി വന്ന് വലിച്ചു. ഒരു പ്രവാചകൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന അതോറിറ്റി എന്താണെന്ന് നോക്കുക. നമ്മളെ ഇവിടെ എന്തോരം പരിഹസിക്കുന്നു ഇല്ലേ, കളിയാക്കുന്നു ഇല്ലേ, കുത്തുവാക്ക് പറയുന്നു ഇല്ലേ. നമ്മൾ അന്നുകൊണ്ട് പ്രാർത്ഥിക്കുമോ ഇതൊക്കെ മാറിപ്പോണേ, പരിഹാസം മാറിപ്പോണേ നിന്ന്. നമ്മൾ ആരെയും കരടി വന്ന് പിടിച്ച് തിന്നാനൊന്നും അല്ല ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല വിസ്ഡത്തിൽ അതിനെ നിങ്ങൾ കാണുക. ഞാൻ പറയുന്നത്, അവർ ക്യാരി ചെയ്തിരുന്ന ലൈഫ്. നമ്മളും ജീവിച്ചു, അവരും ജീവിച്ചു. നമ്മൾ ആപ്പിൾ കഴിക്കുന്നു, അവരും ആപ്പിൾ കഴിച്ചു. പക്ഷേ ഡിഫറൻസ് മനസ്സിലാക്കുക. ആ ഒരു ലൈഫിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മളൊക്കെ വളരെ എല്ലാ സംവിധാനങ്ങളോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ അവർ വളരെ ചുരുങ്ങി ജീവിച്ചവരായിരിക്കാം. എന്തായാലും അന്നത്തെ കാലത്ത് AC ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ എല്ലാ സൗകര്യങ്ങളോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ അവർ പലതിനകത്തും അവർ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ചുരുങ്ങി ജീവിച്ചവരാണ് അപ്പോസ്തലന്മാർ. എന്നാൽ അവർ
കൊണ്ടു നടന്ന ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി, അവർ കൊണ്ടു നടന്ന ലൈഫ് അവർ ജീവിച്ച ലൈഫ് ഏത് ലൈഫാണ്? നമ്മളിപ്പോൾ ഈ ലൈഫാണ്. ഇപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൂക്കെ ലൈഫ് എന്ന് പറയാം. കാരണം സൂക്കെ ലൈഫിൽ ഞാൻ ജീവിക്കുന്ന ഇമോഷൻസിനും ഫീലിങ്സിനും അനുസരിച്ചാണ്. കാരണം ഇമോഷൻസും ഫീലിങ്സും സൂക്കെ ലൈഫിൽ എന്നെ സ്വാധീനിക്കുന്നു. എന്നാൽ സോയ ലൈഫിൽ എൻ്റെ ഇമോഷൻസും ഫീലിങ്സും അനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. സൂക്കെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കും. സൂക്കെ ലൈഫ് ചിന്തകളുടെ, അതൊന്നും തെറ്റായ ജീവിതം അല്ല കേട്ടോ, അതൊരു സാധാരണ മനുഷ്യ ജീവിതമാണ് സൂക്കെ ലൈഫ് എന്ന് പറയുന്നത്. ഒരു സാധാരണ ജീവിതം. എനിക്കൊരു നല്ല ഷർട്ട് കാണുമ്പോൾ മേടിക്കണമെന്ന് തോന്നും, എനിക്കൊരു മൊബൈൽ കാണുമ്പോൾ എനിക്കത് മേടിക്കണമെന്ന് തോന്നും. അതൊക്കെ സൂക്കെ ലൈഫ്. അതിനെ നമുക്ക് സോയ ലൈഫാണെന്ന് പറയാനൊക്കെ സൂക്കെ ലൈഫാണ് അതൊക്കെ. കാരണം ഇമോഷൻസിനനുസരിച്ച് പെട്ടെന്ന് ഒരാൾ വന്ന് എന്നെ വിഷമിപ്പിക്കുക, ഞാൻ അങ്ങ് വിഷമിക്കുന്നത്, പിന്നെ ഞാൻ വികാരത്തിന് അങ്ങ് കീഴ്പ്പെട്ടു പോകുന്നു. അതൊക്കെ സൂക്കെ ലൈഫാണ്. കാരണം അത് ഇമോഷൻസിനും ഫീലിങ്സിനും അടിസ്ഥാനമായിട്ടാണ് ജീവിക്കാൻ. എപ്പോൾ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ് സൂക്കെ ലൈഫ്. PSUCHE സൂക്കെ, PSUCHE സൂക്കെ ലൈഫ് എന്നാണ് അതിനെ പറയുന്നത്. അത് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. നമ്മളെക്കുറിച്ച് കൺസേണായി, നമ്മളെക്കുറിച്ച് ബോധേഡായി, നമ്മുടെ ഇമോഷൻസിലേക്ക് നമ്മൾ ഒതുങ്ങി, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഒരു നാച്ചുറൽ എബിലിറ്റീസിനും നാച്ചുറൽ ടാലൻസിനും അനുസരിച്ചുള്ള ജീവിതം. എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കും, എനിക്ക് പാട്ട് പാടാൻ കഴിയുമെങ്കിൽ ഞാൻ പാട്ട് പാടും. അപ്പം നാച്ചുറലായിട്ടുള്ളൊരു ടാലൻറ്റ്, നാച്ചുറലായിട്ടുള്ള എബിലിറ്റീസ്, ഇതനുസരിച്ചുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിനനുസരിച്ചുള്ളൊരു ജീവിതം, അതാണ് സൂക്കെ ലൈഫ്. ഇത്രയും കൊണ്ട് തീരുന്നൊരു വാക്കല്ല സൂക്കെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ സോയിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ലഭ്യമായ ചെറിയ സമയത്തിനകത്ത് ഒന്ന് ബ്രീഫ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം സൂക്കെ ലൈഫും സോയി ലൈഫും രാത്രിയും പകലും എന്നതുപോലെ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു നാച്ചുറലായിട്ടുള്ള ലൈഫാണ് സൂക്കെ ലൈഫ് എന്ന്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോയ ലൈഫ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫാണ് സോയ ലൈഫ്. ഞാൻ പറഞ്ഞു ടാലൻസിനും എബിലിറ്റീസിനും അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് സൂക്കെ ലൈഫ്. എന്നാൽ തിരിച്ചാണ് സോയി ലൈഫ്. കാരണം സൂപ്പർ നാച്ചുറൽ ടാലൻസിനും സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് കൊണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയുന്നൊരു ലൈഫാണ് സോയ ലൈഫ്. അപ്പോസ്തലന്മാർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ ശിഷ്യന്മാർ കർത്താവിലേക്ക് വരുന്നതിന് മുന്നേ അവർ മീൻപിടുത്തക്കാരായിരുന്നു. ഒരു സാധാരണ മീൻ പിടിച്ച് ജീവിക്കുന്ന, കടൽപ്പണി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന വേലയല്ല പിന്നെ അവർ ചെയ്ത്. അവരുടെ എബിലിറ്റീസിനനുസരിച്ചുള്ള ശുശ്രൂഷയല്ല, അവരുടെ ടാലൻസിനനുസരിച്ചുള്ള ശുശ്രൂഷയല്ല പിന്നെ അവർ പണിയല്ല പിന്നെ അവരെടുത്തത്. ആ ഒരു സൂക്കെ ലൈഫിൽ നിന്ന് സോയി ലൈഫിലേക്കുള്ളൊരു ഷിഫ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം എൻ്റെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 അപ്പം ഉണ്ട്. നിങ്ങൾ 2 പേര് വന്നാൽ എനിക്ക് പരമാവധി അതിനെ 4 കഷ്ണമാക്കാൻ പറ്റും. പിന്നെയും ചെറുതാക്കിയാൽ കുറച്ചുകൂടെ കഷ്ണങ്ങളാക്കാൻ പറ്റും. പിന്നെയും ചെറുതായി എനിക്ക് 10 കഷ്ണത്തിനപ്പുറം എനിക്ക് 2 അപ്പം ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ 20 കഷ്ണമാക്കാൻ പറ്റിയേക്കും. പക്ഷേ എനിക്ക് 4000 പേർക്കും 5000 പേർക്കും 10000 പേർക്കൊന്നും എനിക്കത് വിളമ്പാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ ആ കയ്യിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല 10000 ആക്കാൻ. സൂക്കെ ലൈഫാണ്. കാരണം എൻ്റെ കയ്യിൽ 2 അപ്പമേ ഉള്ളൂ, അല്ലെ 5 അപ്പമേ ഉള്ളൂ. അതിനെ എനിക്ക് പരമാവധി നുറുക്കുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ അതെൻ്റെ ടാലൻ്റാണ്. എൻ്റെ ടാലൻ്റ് അനുസരിച്ച് ഞാൻ അതിനെ പരമാവധി കഷ്ണങ്ങളാക്കി അതെൻ്റെ ടാലൻറ്റിനകത്ത് നിൽക്കുന്നത്, അതെൻ്റെ എബിലിറ്റിയാണ്. എന്നാൽ സോയ ലൈഫിൽ നിൽക്കുന്ന യേശു കർത്താവിൻ്റെ കയ്യിൽ ഇതേ അപ്പം കൊടുത്താൽ അവിടുന്ന് അതിനെ സ്വർഗത്തിലേക്ക് ഉയർത്തും, നുറുക്കും, വാഴ്ത്തും. വന്നിരിക്കുന്ന 10000 കണക്കിന് ജനത്തിന്, കുട്ടികൾക്ക് ഉൾപ്പെടെ വിളമ്പും. ശേഷിക്കുന്നത് 12 കൊട്ട ശേഷിപ്പിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് സോയി ലൈഫ്. അതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. അതൊരു സാധാരണ എബിലിറ്റിയിൽ നിന്നും ടാലൻറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജീവിതം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആ ജീവിതം, അതാണ് ഡിഫറൻസ്. സൂക്കെ ലൈഫും സോയി ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മുടെ എബിലിറ്റീസിൽ നിന്ന് നമ്മളെ ദൈവത്തിൻ്റെ എബിലിറ്റിയിലേക്ക് നമ്മളെ കടത്തും, നമ്മളെ കയറ്റും നമ്മുടെ എബിലിറ്റിയിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചവറ്റ അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ജീവനുണ്ടാകും. എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സോയ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു കഴിഞ്ഞാൽ അവൻ പാപസംബന്ധമായി ലോക്കായി നിൽക്കത്തില്ല, ശാപസംബന്ധമായി ലോക്കായി നിൽക്കത്തില്ല, ബന്ധന കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവൻ ലോക്കായി നിൽക്കത്തില്ല, അവൻ്റെ പ്രവൃത്തി നിമിത്തം അവൻ നരകത്തിലേക്കുള്ള വഴി വെട്ടത്തില്ല. അവൻ്റെ ലൈഫിനെ ഞാൻ പറഞ്ഞു എല്ലാ സാധാരണ വികാരങ്ങളിൽ നിന്നും അവന് ദൈവിക വികാരത്തിലേക്ക് പണിതുയർത്തുന്ന ജീവനാണ് ദൈവത്തിൻ്റെ സോയെ ലൈഫ് എന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ ആത്മാവിനെ ദൈവം മാറ്റി ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ ഒരാത്മാവിനെ നമ്മിൽ പുനഃസൃഷ്ടിക്കുകയാണ് നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ ചെയ്യുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നാം പുതിയത് ആകണമെന്നുണ്ടെങ്കിൽ പുതിയ ചിലത് ഏറ്റെടുക്കേണ്ടതായിട്ടുമുണ്ട്. പഴയ സൃഷ്ടിക്ക് സാധിക്കാത്തതാണ് പുതിയ സൃഷ്ടിക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ പഴയ സൃഷ്ടിക്ക് സാധിക്കാത്തത് പുതിയ സൃഷ്ടിക്ക് കഴിയും. ഹൽബ്രൗഷസിയ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലായിരുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു, നിങ്ങൾ ദൈവവചന ധ്യാനത്തിൽ നിങ്ങൾ മുഴുകിയിരുന്നു, നിങ്ങൾ സന്ദേശങ്ങൾക്കകത്ത് നിങ്ങൾ കണക്റ്റായി, ദൈവ സാന്നിധ്യവുമായി ഒരു ബന്ധമുണ്ടായി. വ്യത്യാസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പഴയ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പുതിയൊരു തീരുമാനത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ പ്രാപിച്ച പുതിയ ജീവൻ കൊണ്ട് സാധിക്കാൻ പോകുന്നു. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ പഴയ ശക്തിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേടാത്തത്, പഴയ ബലത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു പിടിക്കാൻ പറ്റാത്തത്, ചിലതൊക്കെ നമുക്ക് അസാധാരണമായ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് സാത്താനീയ ലോകത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പഴയ മനുഷ്യർക്ക്, പഴയ മനുഷ്യന്, പഴയ ആത്മാവിൻ്റെ ജീവിതത്തിന്, അതായത് ഒരു മനുഷ്യാത്മാവ് കൊണ്ടുള്ളൊരു ജീവിതത്തിന് പ്രാർത്ഥിച്ച് പലതും പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുതിയ ഒരു സൃഷ്ടിയും പുതിയ ഒരു ആത്മാവും ദൈവം ഒരു മനുഷ്യന് ഓഫർ ചെയ്യുന്നത്. ആ ലൈഫിന് തന്നെ വ്യത്യസ്തമായ ഒരു ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്നത്. സോയെ ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ വ്യത്യസ്തമായൊരു ജീവിതമായതുകൊണ്ടാണ്. വ്യത്യസ്തന് മാത്രമേ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് ചലിച്ച് കയറാൻ പറ്റത്തുള്ളൂ. വ്യത്യസ്തമാകുന്ന ഒരു ആത്മശക്തി ഉള്ളവന് മാത്രമേ അസാധാരണമാകുന്ന ഇൻവിസിബിൾ വേൾഡിൽ നിന്ന് യുദ്ധം ചെയ്ത് ചിലത് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പുതിയ സൃഷ്ടിയുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ആത്മാവിന് പുതിയ ശക്തിയുണ്ട്. പുതിയ സൃഷ്ടികളാണ് ഇന്നിരിക്കുന്ന എല്ലാവരും. നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പുതിയ ആത്മാവിന്, സോയെ ലൈഫിന്, നിത്യജീവന്റെ ശക്തിക്ക് പലതും ഡിമാൻഡ് ചെയ്യാൻ, ഇൻവിസിബിൾ വേൾഡിനോട് ഡിമാൻഡ് ചെയ്യാൻ, നിങ്ങളുടെ റൈറ്റ്സ് ഡിമാൻഡ് ചെയ്യാൻ, അതിനെ അക്വയർ ചെയ്യാനുള്ളൊരു മെഗാ പവർ ആ ശക്തിക്കുണ്ട്. ആ മെഗാ പവർ നിങ്ങളുടെ ആ ലൈഫിനുണ്ട്. നിങ്ങൾ അപ്പം നുറുക്കിയ കേസ് മുതൽ കർത്താവിൻ്റെ കല്ലറ തുറന്ന കേസ് വരെ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സൂപ്പർ നാച്ചുറലാണ്. പുതിയൊരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് പുതിയൊരു ഹൃദയം, യെസ് അങ്ങനെ ഒരു ലൈഫുണ്ട്, യെസ് അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും, യെസ് അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, യെസ് അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിനകത്താണ് ഇത് ആർക്കാണ് ഇത് പ്രാപിക്കാൻ പറ്റുന്നത്? ഈ നിത്യജീവൻ അല്ലെങ്കിൽ ഈ ഒരു സോയ ലൈഫ് ആർക്കാണ് പ്രാപിക്കാൻ പറ്റുന്നതെന്ന് യഹസ്കേലിൻ്റെ പ്രവചന പുസ്തകം 36:26 പറയുന്നുണ്ട്. യഹസ്കേലിൻ്റെ പ്രവചന പുസ്തകം 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ആർക്കാണ് സോയ ലൈഫ് പ്രാപിക്കാൻ പറ്റുന്നത്? നമ്മുടെ പഴയ ട്രഡീഷണൽ ടീച്ചിങ്സും ഒക്കെ കൊണ്ട് കല്ല് കെട്ടി വെച്ചിരിക്കുന്ന ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന് ഈ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനെ പകരാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ വിധിക്കുന്നവർക്ക് ദൈവത്തിന് ഈ സൂപ്പർ നാച്ചുറൽ ലൈഫ് നൽകാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ ഇകഴ്ത്തുന്നവർക്ക് ദൈവത്തിന് ഈ സൂപ്പർ നാച്ചുറൽ ലൈഫ് നൽകാൻ പറ്റത്തില്ല.
പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ദൈവത്തിന് സൂപ്പർ നാച്ചുറൽ ലൈഫിനെ നൽകാൻ പറ്റത്തില്ല. ആർക്കാണ് പറ്റുക? പുതിയൊരു ഹൃദയം, പുതിയൊരു തീരുമാനം, പുതിയൊരു ചിന്ത, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കാണ് ദൈവത്തിന് ഇത് നൽകാൻ കഴിയുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ. അപ്പോൾ പുതിയൊരു ഹൃദയത്തിൽ മാത്രമേ പുതിയ ഒരു ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. നിലവിലുള്ള എൻ്റെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. നിലവിലുള്ള എൻ്റെ ആത്മാവിൽ ഒരു മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, ഈ മെസ്സേജ് കേൾക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമുക്കൊരു ഹൃദയമുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്ക് വളരെ പ്രാർത്ഥനയുണ്ട്, നമുക്ക് വളരെ നല്ല 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 ദർശനങ്ങളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഉപവാസവും എല്ലാം നമുക്കുണ്ട്. എന്നാൽ നമ്മളിൽ ആരും തന്നെ സോയെ ലൈഫിൽ മാത്രമാണ് ജീവിച്ചത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സുഖേ ലൈഫിലും സോയെ ലൈഫിലും കൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. സോയെ ലൈഫിൽ ജീവിക്കണം, കർത്താവേ എനിക്ക് അങ്ങയെ പോലെ എന്നെ ആക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നുവരായിട്ടില്ല. കർത്താവേ അങ്ങ് ചെയ്തതുപോലെയുള്ളൊരു ശുശ്രൂഷ എനിക്ക് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇരിക്കുന്നത് സുഖേ ലൈഫിലാണ്. നമ്മൾ സുഖേ ലൈഫിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് വീണ്ടും നമ്മൾ ഉപവിഷ്ടനാകുന്നത് സുഖേ ലൈഫിലാണ്. നമുക്ക് സോയെ ലൈഫിനെ കുറിച്ച് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നത് സുഖേ ലൈഫിലാണ്. കാരണം നമ്മൾ ഇമോഷണലി റൺ ചെയ്യുന്നു, നമ്മുടെ എബിലിറ്റീസിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കണക്റ്റ് ആകുന്നു, നാച്ചുറലായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നു, നാച്ചുറലായ രീതിയിൽ നമ്മൾ പിണങ്ങുന്നു, ഇണങ്ങുന്നു, വഴക്ക് വെക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ഏഷണി പറയുന്നു, അസൂയപ്പെടുന്നു, കോപിക്കുന്നു. അങ്ങനെ പല നിലയിൽ നമ്മൾ വൈകാരിക ജീവിതം നയിക്കുന്ന ഒരു ആത്മീയനാണ്. ഇതിൽ യേശു കർത്താവിനെ ഒരിക്കൽ പോലും നമുക്ക് ഈ ഒരു നിലവാരത്തിൽ കാണാൻ, ഒരിക്കൽ പോലും, ഒരു പ്രാവശ്യം പോലും, ഒരു ഉദാഹരണത്തിന് പോലും നമുക്ക് കർത്താവിനെ അങ്ങനൊരു ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്ര ഡിഫറൻസ് ആണ് യേശു കർത്താവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും കർത്താവ് സെൽഫ് സെൻറ്റേർഡായി ജീവിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും സെൽഫ് സെൻറ്റേർഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോയ ലൈഫ് റൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫോക്കസ് നമ്മളിലേക്ക്, നമ്മുടെ കാര്യങ്ങളിലേക്ക് എന്നുള്ള രീതിയിൽ നിന്ന് നമുക്കൊരു ബ്രോഡായിട്ട് ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സോയ ലൈഫിലേക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരിക്കലും സുഖേ ലൈഫ് എറ്റേണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ജീവിതമാണ്. ഞാൻ വീണ്ടും പറയുന്നു, സുഖേ ലൈഫ് അതൊരു തെറ്റായ ജീവിതമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് യേശു കർത്താവിനെ അറിഞ്ഞ പലരും സുഖേ ലൈഫിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവർ ഈ സോയ ലൈഫിനെ അംഗീകരിക്കുന്നത് പോലുമില്ല. ഇങ്ങനൊരു ലൈഫ്, ഇതൊക്കെ വേറെ ടീച്ചിങ് അല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടുന്ന, ഒറ്റ തട്ട് അങ്ങോട്ട് തട്ടുന്ന ഒരു പശ്ചാത്തലമാണ്. റിയലി ക്രിസ്ത്യൻസിന് പോലും സോയ ലൈഫ് എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്കെടുക്കാൻ പറ്റണ കാര്യമേ അല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടുന്ന കേസാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചാൽ വേദപുസ്തകവുമായി വളരെ ബന്ധമുള്ള കാര്യങ്ങൾ യേശു പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ വിവർത്തനം, നിത്യജീവൻ്റെ വിവർത്തനം തന്നെ നമ്മളൊന്ന് ഗ്രീക്കിലേക്ക് പരിശോധിച്ചാൽ സോയ എന്നാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ പോലും ഒന്ന് നോക്കി പഠിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധാരണ ഒരു മനുഷ്യന് താല്പര്യമില്ല. കാരണം അവർ അവരുടെ എബിലിറ്റിക്കകത്തേക്ക് ചുരുങ്ങി നിൽക്കുന്നു. അവരുടെ ആ ബന്ധനം എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയ ബന്ധനം, അതിനെയൊന്നും നമ്മൾ ചെകുത്താനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ പഠിച്ചിട്ട് നമുക്ക് കടം മാറാൻ വല്ല വഴിയുണ്ടോ, വഴി തുറക്കാൻ വല്ല പ്രവചനമുണ്ടോ, നമ്മളിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുക. അത് നമുക്കിട്ടേക്കുന്ന ബന്ധനം. ഇതിനെ നമ്മൾ ചെകുത്താനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്കിട്ടേക്കുന്ന ചില പരിമിതികളുണ്ട്. ഞാൻ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഞാൻ ഇന്ന സഭയിൽ പോകണുണ്ട്, അവിടുത്തെ രജിസ്റ്ററിൽ എൻ്റെ പേരുണ്ട്, ഇതൊക്കെ മതി, ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കർത്താവ് വന്നതിന് ശേഷം അങ്ങോട്ട് പോകണം, അവിടെ പോയിട്ടൊരു നിത്യജീവൻ, പുതിയ ഒരു ജീവിതം ആരംഭിക്കണം, ഇവിടെ തുടങ്ങണം, അവിടേക്ക് തുടരണം, ഇവിടെ തുടങ്ങണം, അവിടേക്ക് തുടരണം. അതാണ് നിത്യജീവൻ. ശമരിയക്കാരിയോട് കർത്താവ്, മോളെ നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 40 വയസ്സായച്ചാ. ശരി, നിന്നെ ഞാനൊരു 75-ാമത്തെ വയസ്സിൽ അങ്ങോട്ട് വിളിക്കാം, അവിടെ വന്നിട്ട് നിനക്ക് ഞാൻ നിത്യജീവൻ്റെ നീരുറവ ഞാൻ നിനക്ക് തരാം. അങ്ങനെയൊക്കെയാണോ പറഞ്ഞേ? അല്ല, ഇവിടെ വെച്ച് ഓഫർ ചെയ്യാണ്. ഇവിടെ വെച്ച് ഓഫർ ചെയ്ത ആ സ്ത്രീ അന്ന് മുതൽ ആ ജീവിതം ആരംഭിച്ചു. അവൾ ഓടി പട്ടണത്തിൽ ചെന്നു, നസറായനെ കുറിച്ച് സാക്ഷീകരിച്ചു. സൂപ്പർ നാച്ചുറൽ ലൈഫാണ്.
സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. അതിന് തൊട്ടു മുന്നേ ഉള്ള ആ അമ്മയുടെ ജീവിതവും നമ്മൾ പരിശോധിച്ചാൽ മതി. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് കർത്താവ് പ്രവചിക്കുമ്പോൾ അവരുടെ ജീവിതം എന്തായിരുന്നു? തകർന്നൊരു ജീവിതം, പാപം നിറഞ്ഞൊരു ജീവിതം. ജീവിക്കാൻ വേണ്ടി ജീവിച്ചവർ, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്തവർ. ആ ജീവിതത്തിൽ നിന്ന് യേശു കർത്താവുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ അവരിലേക്ക് ഒരു കൈമാറ്റം നടന്നു. യേശു കർത്താവുമായി അവർ കണ്ടുമുട്ടിയപ്പോൾ അവരിലേക്ക് ഒരു കൈമാറ്റം നടന്നു. ആ സംഭാഷണത്തിനകത്തൊരു കൈമാറ്റം നടന്നു. അതാണ് സൂപ്പർ നാച്ചുറൽ ലൈഫ്. ചെന്ന് കൈവെക്കുമ്പോഴല്ല, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സോയ ലൈഫ് നയിക്കുന്നവനുമായിട്ട് കോൺവെർസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൈമാറ്റം നടക്കും. വിശ്വസിക്കുന്നവന്റെ മേലൊരു ഒരു കൈമാറ്റം നടക്കും. അതാണ് ആ സ്ത്രീയിൽ സംഭവിച്ചത്. ഉടനെ അവരവിടെ കുടം താഴെയിട്ടു. അവർ ഓടി പട്ടണത്തിൽ ചെന്ന് അവിടെ ഉള്ളവരോടെല്ലാം നസറായനെ കുറിച്ച് പറഞ്ഞു. അവരുടെ ജീവിതം മാറി, അവരുടെ ഇമോഷൻ മാറി, അവരുടെ ഫ്രസ്ട്രേഷൻസ് മാറി. അവരെന്തോ ഫ്രീ, അവർ കെട്ടുപൊട്ടിയതുപോലായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സോയ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ മെസ്സേജ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ എന്തോ ഒരു കൈമാറ്റം നിങ്ങളിലേക്ക് നടക്കുകയാണ്. സാധാരണ വൈകാരികമായ ഒരു ജീവിതത്തിൽ നിന്ന്, ഒരു നാച്ചുറൽ എബിലിറ്റിയിൽ നിന്ന്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ആരെയൊക്കെയോ കർത്താവ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിൽ എങ്ങനെയാ അത് സംഭവിച്ചേ? ആ കമ്മ്യൂണിക്കേഷനകത്തുകൂടെ ഒരു ഹൃദയത്തിനകത്ത് പരിവർത്തനമുണ്ടായി. ആ പുതിയ ഹൃദയത്തിനകത്ത് ഉടനെ ഒരു ജീവന്റെ കൈമാറ്റമുണ്ടായി. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പരിവർത്തനമുണ്ടാകാൻ വേണ്ടി നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെയോ കാർഡിയോ സർജനെയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിന് തയ്യാറാകുകയാണെങ്കിൽ ഈ മെസ്സേജിലൂടെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം ഉണ്ടാകും. അതിനകത്തുകൂടെ ദൈവം നിറവ് വരുത്തും. ഒരു പുതിയ ജീവൻ നിങ്ങളിലേക്ക് നിറയുമ്പോൾ നിങ്ങളുടെ ഓർഡിനറി ലൈഫിൽ നിന്നൊരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. നമ്മുടെ ഡിസയേഴ്സിനും പാഷൻസിനും അനുസരിച്ചുള്ളൊരു ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഉന്നതമാകുന്നൊരു ജീവിതത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഫാസ്റ്റിംഗ് ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മളെപ്പോഴും ഒരേ പാറ്റേണിലാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്, ഒരേ പാറ്റേണിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഒരേ പാറ്റേണാണ്. ഒരു കേട്ടത് തന്നെയും പിന്നെയും നമ്മൾ വായിച്ചു, എടുത്തും പഠിച്ചും പ്രവചനം കേട്ടു. നമ്മൾ എന്ത് നേടി? ഞാനൊരിക്കൽ എനിക്ക് പഴയ ബൈക്ക് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും വണ്ടി മിസ്സിങ് കാണിക്കും. എന്നുവെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ മനസ്സെത്തുന്ന വേഗതയിൽ എൻ്റെ വണ്ടി പോകത്തില്ലായിരുന്നു. അന്നേരം ആക്സിലറേറ്റർ കൊടുക്കുമ്പം വണ്ടിയിൽ പച്ചവെള്ളമാണോ ഒഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടം 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 ഈ വിറച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് ഞാൻ 1 മണിക്കൂറായാലും എത്തത്തില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ഞാൻ എന്തോ ചെയ്യും, മെല്ലെ ത്രോട്ട് കൊടുത്ത് മെല്ലെ പോകുമ്പോൾ അറപ്പില്ല. കാരണം ആ വണ്ടിക്ക് അത്ര സ്പീഡിൽ പോകാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉള്ളൂ. കാരണം എന്തോ പ്രശ്നകത്തുണ്ട്. അപ്പം ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കും, അദ്ദേഹം കാർബറേറ്റർ ഊരും, അതിനെ ക്ലീൻ ചെയ്യാനത്തൊന്നുമില്ല, ഒരു പൊടിയില്ല. അവസാനം പലവട്ടം ഞാൻ ഒരിടത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ നമുക്കൊന്ന് എയർ ഫിൽറ്റർ ഇറക്കി നോക്കാം. എയർ ഫിൽറ്റർ ഇറക്കി നോക്കിയ സമയത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഇതായിരുന്നു ഈ വണ്ടിയുടെ പ്രശ്നം. സാർ എയർ ഫിൽറ്റർ ഈ വണ്ടി മേടിച്ച സമയത്ത് ഇത്രയും വർഷമായിട്ട് മാറിയിട്ടില്ലല്ലേ? ഇതിനകത്ത് ഇനി പൊടി അടയാൻ ഇനി ഒരു സുഷിരം ഇല്ല, മുഴുവൻ അടഞ്ഞിരിക്കുക. നമ്മൾ അവിടെ കംപ്ലൈൻറ്റിന് ഇവിടെ തുറന്ന് ഈ ഇട്ട് കുത്തി കിറുക്കി നമ്മൾ കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാറേ? ഈ എയർ ഫിൽറ്റർ മാറ്റിയാലേ പറ്റത്തുള്ളൂ. എടാ, ഞാൻ എയർ ഫിൽറ്റർ മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കർത്താവേ, അന്നത്തെ എൻ്റെ വണ്ടി പോയത് ഫ്ലൈറ്റ് പോകുന്ന പോലെ. ഞാൻ വേഗത മനസ്സിലാക്കാനാണ് ഒരു ബൈക്കും ഫ്ലൈറ്റും തമ്മിൽ താരതമ്യം ചെയ്തത്. അപ്പോൾ ഇനി ഫ്ലൈറ്റ് വേണമെന്നുള്ളവൻ ബൈക്ക് മേടിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഞാൻ അതിനകത്ത് മാറ്റിയപ്പോഴാണ് എൻ്റെ വേഗത വർദ്ധിച്ചത്. അല്ലാതെ ഞാൻ ത്രോട്ട് കൊടുത്തതിൻ്റെ പ്രശ്നമല്ല, ഞാൻ പെട്രോൾ അടിച്ചതിൻ്റെ പ്രശ്നമല്ല, എൻ്റെ കാർബറേറ്ററിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു, എൻ്റെ എയർ ഫിൽറ്ററിലായിരുന്നു പ്രശ്നം. അതിൻ്റെ സുഷിരം മുഴുവൻ അടഞ്ഞിരിക്കുക. ഇനി കാറ്റ് വലിച്ച് എൻ്റെ എൻജിനിലോട്ട് കൊടുക്കാൻ ആ ഫ്യൂവലിലേക്ക് ഇല്ല, അതിന് സ്പേസ് ഇല്ല, കാറ്റ് കയറാനുള്ള സ്പേസ് ഇല്ല. കാരണം മുഴുവൻ മാലിന്യം കൊണ്ട് അടഞ്ഞിരിക്കുക. പഴയ ഒരു ഹൃദയം, പഴമയുടെ ഹൃദയം. കാരണം എൻ്റെ വണ്ടി വിചാരിക്കുന്നു, ഞാനും വിചാരിക്കുന്നു ഈ വണ്ടി ഓടണമെങ്കിൽ
പെട്രോൾ മതി, വണ്ടി ഓടണമെങ്കിൽ ബാറ്ററി മതി, വണ്ടി ഓടണമെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ മതി. പക്ഷെ അതിനകത്തിരിക്കുന്ന ഒരു പഞ്ഞി പോലത്തെ എയർ ഫിൽറ്ററിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. മോനെ, പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടത്തില്ല, ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടത്തില്ല, വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് വണ്ടി ഓടത്തില്ല. ചിലതൊക്കെ ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. പണ്ടിരുന്ന സാധന അതിപ്പോഴും അങ്ങനെ തന്നെ അനക്കാപ്പാറയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. പണ്ട് കയറിയൊരു സാധന അതിപ്പോഴും അനക്കാപ്പാറയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു വ്യത്യാസം വരുമ്പോഴാണ് പുതിയ വേഗതയിലേക്ക് ഒരു ആത്മീയനാണെങ്കിലും ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പുതിയൊരു വേഗതയിലേക്ക് എത്തിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആർക്കാണത് ചെയ്യാൻ സാധിക്കും? ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നമ്മളെ ജനിപ്പിക്കണമെങ്കിൽ ഇനി നമ്മുടെ അപ്പനും അമ്മയ്ക്കും പറ്റത്തില്ല. അവരുടെ പാർട്ട് കഴിഞ്ഞു. നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം അവരെ യൂസ് ചെയ്തു, കഴിഞ്ഞു. ഇനി ഒരു ജനനമുണ്ട്. അപ്പൊ ജനിക്കണമെന്ന് ദൈവം തന്നെ പറയുന്നു, ജനിക്കണമെന്ന് ദൈവം തന്നെ പറയുന്നു. ഞാൻ ജനിച്ചതല്ലേ, ഇനി എന്തോ ജനിക്കാനാ ഉള്ളത്? ഞാൻ മുങ്ങിയതല്ലേ, ഇനി എന്തോ ഞാൻ പഠിക്കാനുള്ളത്? ഞാൻ പള്ളിയിൽ പോണതല്ലേ, ഇനി എന്താ പഠിക്കാനുള്ളത്? ജഡത്താൽ ജനിച്ചത് ജഡം. ജഡത്തിൽ ജനിച്ച ഒരു ആത്മാവ് വെച്ചുകൊണ്ട് എനിക്ക് സോയി ലൈഫിലേക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജഡത്തിൽ ജനിച്ച എനിക്ക് ജഡത്തിൻ്റെ ചിന്തകൾ വരും. ജഡത്തിൽ ജീവിക്കുന്ന എനിക്ക്, ഞാൻ എൻ്റെ ശരീര സംബന്ധമായി ജീവിക്കുന്നു, പക്ഷേ എൻ്റെ അകത്ത് പുതുക്കപ്പെട്ട ഒരു ആത്മാവിരിക്കുന്നു. എന്നാൽ ആ പുതുക്കപ്പെട്ട ആത്മാവിനെ എനിക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജഡത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി എനിക്ക് വേണം. എല്ലാ പുതുക്കപ്പെട്ട ആത്മാവുള്ള വ്യക്തികളും തൻ്റെ ജഡത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? പുതുക്കപ്പെടുന്ന ഒരു ആത്മാവുള്ള, വീണ്ടും ജനിച്ച, സ്നാനമേറ്റ ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടും. പറ്റുന്നില്ല. പലതും നമുക്ക് പറ്റുന്നില്ല. പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പലതും നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുത്താൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. പലയിടത്തും വീണു പോകുന്നു. പലതും സംഭവിക്കുന്നു. നമ്മൾ വാക്കിൽ തെറ്റുന്നു, പ്രവൃത്തിയിൽ തെറ്റുന്നു, സംസാരത്തിൽ തെറ്റുന്നു, പലതിലും തെറ്റുന്നു. ഉടനെ അകത്തിരുന്ന് ആരോ കരയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ മനസ്സാക്ഷിയും നമ്മുടെ ആത്മാവും തന്നെയാണ് ഇരുന്ന് കരയുന്നത്. അവിടെയാണ് നമ്മുടെ സോയി ലൈഫിൻ്റെ പ്രാധാന്യം വരുന്നത്. യേശു കർത്താവിൻ്റെ അത്ര ഏജ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും കണ്ടേക്കാം, ചിലപ്പോൾ കർത്താവിൻ്റെ ഏജും ആയിരിക്കാം. ഒറ്റ അടി ചെകിട്ടത്തടിച്ചു. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? അവൻ അടിച്ച് കൈ വലിക്കുന്നതിന് മുന്നേ 10 അടി അവൻ്റെ കരണത്ത് വീണിരിക്കും. മുൻകോപമുള്ളവർക്ക് സ്വാഗതം ഈ മെസ്സേജിന്. അവൻ അടിച്ച്, ഞാൻ അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണ് കേട്ടോ. ആയിരുന്നു അയ്യോ ആണെന്നല്ല, ആയിരുന്നു. അടിച്ച് കൈ വലിക്കുന്നതിന് മുന്നേ 10 എണ്ണം വീണിരിക്കും. മുൻകോപക്കാരനാണ്. അന്ന് എനിക്ക് ദൈവവിശ്വാസം ഇല്ലായിരുന്നോ? അന്ന് എനിക്ക് കർത്താവിനെ അറിയത്തില്ലായിരുന്നോ? അന്ന് ഞാൻ ചർച്ചയിൽ പോകത്തില്ലായിരുന്നോ? അന്ന് ദൈവദാസന്മാരെ കണ്ട ഞാൻ പ്രൈസലോട് പറയത്തില്ലായിരുന്നോ? അന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, അതെന്തുകൊണ്ട് എനിക്ക് ഈ മേഖല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അതെന്തൊരു ജീവിതമാണ്? എല്ലാവരും ഇങ്ങനെയാണോ? ദൈവദാസന്മാരും ഇങ്ങനെയാണോ? അവർക്കൊക്കെ അപ്പോൾ ഇതെങ്ങനെ പറ്റുന്നു? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ഒരു സാധാരണ പ്രാകൃത മനുഷ്യനായി ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ചിന്തിച്ചൊരു മനുഷ്യനാണ്. അന്ന് എനിക്ക് സോയി ലൈഫിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, സോയി ലൈഫിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെ ജീവിക്കണം. നമ്മൾ മത്സരിക്കണം ആ ഒരു ജീവിതത്തിന് വേണ്ടി. പിന്നീടാണ് എനിക്ക് എന്നിലിരുന്നു കൊണ്ട് തന്നെ എന്നെ നിയന്ത്രിക്കുന്ന എന്നിലത്തെ ജഡത്തെ എനിക്ക് മനസ്സിലായത്. ഇവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. ഒരു ആത്മീയന് ജയിക്കേണ്ടത് ഇവിടെയാണ്. എന്നിലത്തെ സ്വയമാകുന്നൊരു സ്വഭാവം. എൻ്റെ ഏജ് കർത്താവിനും അന്ന് വരത്തുള്ളായിരുന്നു. അല്ല, ഇപ്പോഴത്തെ എൻ്റെ ഏജ് അന്നില്ല. കർത്താവ് 33 വയസ്സ്. 33 നല്ലൊരു ചെറുപ്പക്കാര, ചോര തിളയ്ക്കണ പ്രായം. ഒരടി കൊടുത്തു, കർത്താവ് മൈൻഡ് ചെയ്തിട്ടില്ല. തിരിച്ചു ആരടിച്ചതെന്ന് പോലും കർത്താവ് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ സഹിച്ചും ക്ഷമിച്ചും
രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ തല കുനിച്ചിരിക്കാൻ പറ്റി? ചെറുപ്പക്കാരനാണ്. ഇമോഷണലി എവിടെയും ആക്ട് ചെയ്തതായിട്ടോ റിയാക്ട് ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നേ ഇല്ല. അത് കഴിവില്ലാത്തതുകൊണ്ടും ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ടും. ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു മോനെ, അങ്ങനെ പറയുന്നവന് ഒരു സ്പേസും ഇല്ല കേട്ടോ ഇവിടെ. പക്ഷെ കർത്താവിന് അങ്ങനെ ഇരിക്കാൻ പറ്റിയെങ്കിൽ തൻ്റെ വിളിയെക്കുറിച്ചും തൻ്റെ ഇവിടെ അയച്ചതിനെക്കുറിച്ചുമുള്ള ഒരു ബോധവും അവബോധവും കർത്താവിനുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും നമ്മളെ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെയും മൊത്തത്തിൽ ബ്ലാങ്ക് ആക്കിയിട്ടാണ് നമ്മളെ പലയിടത്ത് റിയാക്ട് ചെയ്യാൻ സാത്താൻ ഉത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അത് ചെയ്യും പിശാച്. നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മളെ ദൈവം, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ പർപ്പസ്, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം പോലും നമുക്കറിയാം എന്തിനാ എന്നെ വിളിച്ചേക്കുന്നത്, എന്താ എൻ്റെ ശുശ്രൂഷ, എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമുക്കറിയാമെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് നമ്മളിലെ സ്വയം ആകുന്ന ഒരു സാധാരണ ദീപു കൃഷ്ണയെ എഴുന്നേൽപ്പിക്കും. വീണ്ടും ജനിച്ചൊരു ദീപു കൃഷ്ണ അല്ല അന്നേരം അവിടെ എഴുന്നേൽക്കുന്നത്. പണ്ട് ചങ്ങലക്കിട്ട പഴയ മനുഷ്യനെ വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ റിയാക്ട് ചെയ്യിച്ചതിന് ശേഷം, സകല പാപവും ചെയ്തതിന് ശേഷം പിന്നെയും വന്ന് മടങ്ങിയിരുന്നിട്ട് കുത്തിയിരുന്ന് കരയും, എൻ്റെ പൊന്ന് കർത്താവെ പറ്റിപ്പോയി. ഇതാണ് സുഖേല. കാരണം ഇമോഷൻസ് അനുസരിച്ചുള്ളൊരു ജീവിതം. എന്നാൽ സോയ ലൈഫ് അങ്ങനെയല്ല. സോയ ലൈഫ് ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫാണ്. ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി. ഈ ശക്തിയൊക്കെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. ആ ആത്മശക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും കീഴ്പ്പെടുത്തുന്നു. ആ ആത്മശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നു. ആ ആത്മശക്തി കൊണ്ട് നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നു. ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ്. നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ആത്മശക്തി കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് സോയി ലൈഫിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. പലർക്കും ആശ്ചര്യം, ഇവനിത് എന്തുവാടെ ഇരുന്ന് പറയുന്നേ? ആശ്ചര്യമാ. അതുകൊണ്ട് കർത്താവ് നേരത്തെ അവിടെ എഴുതി വെച്ചത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ആശ്ചര്യപ്പെട്ടു പോകും. കർത്താവിനറിയാം ഈ വാ തുറന്നിരുന്ന് ഇത് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. നമ്മുടെ ഇതിൽ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കർത്താവിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്തേ. വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞതിൽ ആശ്ചര്യപ്പെടരുത് എന്ന് കർത്താവ് അവിടെ പറയുന്നു. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് ആവശ്യം ഒരു സോയ ലൈഫാണ്. ഞാൻ ചുരുക്കി ഒന്ന് പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ നിരസിക്കുന്നവനോ ജീവൻ കാണുകയില്ല എന്ന് പറയുന്നു. സോയ ലൈഫ് ഉണ്ടെങ്കിൽ അവന് ദൈവവുമായിട്ടൊരു അടുത്ത ബന്ധം പുലർത്താൻ കഴിയും. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നമുക്ക് സോയ ലൈഫിൽ ജീവിക്കാൻ പറ്റും. സോയ ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. നമ്മുടെ ലൈഫിൽ ക്രൈസ്റ്റിനെ കാണും, നമ്മുടെ മിനിസ്ട്രിയിൽ ക്രിസ്തുവിനെ കാണും. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിനകത്ത് നമ്മൾ പങ്കാളിയാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിനകത്ത് മിനിസ്ട്രി ചെയ്യാൻ പറ്റും. നമ്മൾ മിനിസ്ട്രി ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര വ്യാപാര ശക്തി ഉണ്ടാവും. ജനം കരയും, ജനം എഴുന്നേറ്റ് വരും, ചിലപ്പം ആ പ്രസൻസിനകത്ത് അവർ വീഴും, അവർ ചിലപ്പം കെട്ടിപ്പിടിക്കും. ഭയങ്കരമായിട്ട് അവർ ദൈവ സ്നേഹത്തിനകത്ത് അവരുടെ അകത്തുള്ള എല്ലാ സംഘർഷങ്ങളും അവിടെ ഒരു മട പൊട്ടിപ്പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള മീറ്റിങ്ങിനകത്ത്. ദൈവത്തിൻ്റെ ദിവ്യ ശക്തിക്കകത്ത് ഒരു വ്യക്തി സോയ ലൈഫിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവൻ അധികാരമുള്ള മനുഷ്യനായി തീരും. അവൻ്റെ പ്രയർ ഓർഡിനറി പ്രയർ ആയിരിക്കും, പക്ഷേ ഓർഡിനറി പ്രയറിൻ്റെ അകത്ത് ഭയങ്കര അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അധികാരത്തിൽ പ്രവർത്തിക്കാൻ സോയെ നമ്മളെ പ്രാപ്തരാക്കും.
നമുക്ക് അധികാരം വേണമെങ്കിൽ നമ്മൾ സോയ ലൈഫിൽ നമ്മൾ ജീവിക്കണം. സോയ ലൈഫ് ആണെങ്കിൽ നമ്മൾ പിശാചിൽ നിന്നും, പിശാചിൻ്റെ പ്രവൃത്തിയാകുന്ന പാപത്തിൽ നിന്നും, പിശാചിൻ്റെ പ്രൊഡക്റ്റ് ആകുന്ന പാപത്തിൽ നിന്നും നമ്മൾ എപ്പോഴും സെക്യൂർ ആയിരിക്കും. അവൻ്റെ നമ്മൾ ആ പാപവുമായി നമ്മൾ ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മളെ ആ നിത്യ നരകം എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശിക്ഷാവിധി എന്നൊരു കാര്യത്തിൽ നിന്ന് നാം സേഫ് ആയിരിക്കും. കാരണം ആ സോയ ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും പാപത്തിലോട്ടോ, പാപചിന്തയിലോട്ടോ, പാപ കൂട്ടുകെട്ടിലോട്ടോ, പാപ വികാരങ്ങളിലോട്ടോ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നത്തില്ല. അല്പസമയം കിട്ടിയാൽ ഓടി വന്ന് കണ്ണടച്ച് മുട്ടുമേലിരിക്കാൻ നമുക്ക് തോന്നും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ സോയ ലൈഫിൻ്റെ, കർത്താവ് നമുക്ക് തരുന്ന സോയ ലൈഫിൻ്റെ പ്രത്യേകത. ജീവിതം സമൃദ്ധമായി ജീവിക്കാൻ എല്ലാ അർത്ഥത്തിലുമുള്ളൊരു വളർച്ച, ഫൈനാൻഷ്യലി, സ്പിരിച്വലി, ഹെൽത്ത് വൈസ്, എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ എന്തൊക്കെ ഈ ഭൂമിയിൽ വേണമോ അതെല്ലാം നിറഞ്ഞ അളവിൽ തന്ന് നമുക്ക് സൂപ്പർ നാച്ചുറലി ഫ്രൂട്ട്ഫുള്ളായിട്ട് ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ സോയെ ലൈഫിൽ നാം ജീവിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ലൈഫിൽ ജീവിക്കണമെന്ന്? എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് ജീവിക്കണമെന്ന്? അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ മെസ്സേജൊക്കെ വേണമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കത്തിച്ച് പറയാം, നിങ്ങൾ കൈയടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കൊട്ടും എനിക്കൊരു തൃപ്തി കാണത്തില്ല. കാര്യം ഇത് മനസ്സിലാക്കി പോകണം. ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞും പഠിപ്പിച്ചും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ കത്തിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, ഈ ഒരു ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്? ഇത് കൊച്ചു വീഡിയോസാക്കി ഞാൻ വീണ്ടും എനിക്ക് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം സോയ ലൈഫ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ മെസ്സേജ് കേൾക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ലൈഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും, ദൈവത്തെ പോലെ ആയിത്തീരും. ഞാൻ അതിനുവേണ്ടി കൊതിക്കുന്നൊരു മനുഷ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനിടയായത്. അങ്ങനൊരു ജീവിതം നമുക്ക് വേണം. പരാജയമില്ലാത്തൊരു ജീവിതമാണ് സോയ ലൈഫ്. മരണമില്ലാത്തൊരു ജീവിതമാണ് സോയ ലൈഫ്. ഈ സോയ ലൈഫ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ പോകുന്നത് വരെയല്ല, അവിടെ തുടരാൻ കഴിയുന്നൊരു ജീവിതമാണ് സോയ ലൈഫ്. കർത്താവിൻ്റെ കൂടെ യുഗായുഗങ്ങളോളം ജീവിക്കാൻ കഴിയുന്നൊരു ലൈഫാണ് സോയ ലൈഫ്. നമ്മൾ വീട്ടിലിടുന്ന ഇത് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സല്ല, ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് സെറ്റ് അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സല്ല ഞാൻ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു പഴയ ഡ്രസ്സും മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പുതിയൊരു ഡ്രസ്സും ഇട്ടിട്ട് പോകുന്നതും അത് പ്രാക്ടിക്കൽ അല്ല. ഞാൻ ഇവിടെയും പുറത്തും ഒരേ ഡ്രസ്സ് ധരിച്ചാൽ മീൻസ് ഞാൻ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലും സോയ ലൈഫ് ധരിച്ചിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് കർത്താവ് വിളിക്കുമ്പോൾ പോകുമ്പോഴും ഞാൻ ആ സോയ ലൈഫിലാണെങ്കിൽ, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ആ ലൈഫ് എന്തൊരു ലൈഫാണ്. അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ആ സോയ ലൈഫിലാണെങ്കിൽ മാത്രമാണ് നമുക്കവിടെ കർത്താവിൻ്റെ പർദീസായിൽ നമുക്ക് സ്വാധീനമുള്ളത്. കർത്താവിൻ്റെ വാസസ്ഥലങ്ങൾ നമുക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തിൽ നമുക്ക് സ്പേസ് ഉള്ളത്. അത് സോയ ലൈഫാണ്. നിത്യജീവനാണ്, ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതം. ഹല്ലേലൂയ. ആ ഒരു പ്രൊഡക്റ്റീവ് ആകുന്ന നിലയിൽ ഒരു അബണ്ടന്റ് ലൈഫാണ് സോയ ലൈഫ്. ആ ഒരു സമൃദ്ധമാകുന്ന ഒരു ലൈഫ്, ഒന്നിനും കുറവില്ലാത്ത ജീവിതം. കൃപാവരങ്ങൾക്ക് കൃപാവരം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് ആത്മാവിൻ്റെ ഫലം. അങ്ങനെ പല നിലകളിൽ എല്ലാ കാര്യങ്ങളിലും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ് സോയ ലൈഫ് എന്ന് പറയുന്നത്. ആ ഒരു ലൈഫിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തുവാൻ അവിടുത്തെ തിരുമനസ്സലിയട്ടെ. ഇന്ന് നമ്മുടെ മേൽ അങ്ങനെ ഒരു കൃപ പരിശുദ്ധാത്മാവ് പകരട്ടെ. അങ്ങനെ സോയ ലൈഫിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാം, സോയ ലൈഫിൽ നിൽക്കുന്നൊരു മനുഷ്യൻ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ആ ശക്തി വ്യാപരിക്കുമെന്നാണ്. ആ മനുഷ്യനൊരിടത്ത് നോക്കുമ്പോൾ തന്നെ ആ ജീവൻ വ്യാപരിക്കുമെന്നാണ്. ആ മനുഷ്യൻ്റെ കരങ്ങൾ ചലിപ്പിക്കുമ്പോൾ തന്നെ ദൈവശക്തി മൂവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സോയ ലൈഫിലായിരുന്നല്ലോ അവരെ അനോയിൻ്റ് ചെയ്തിരുന്നത് അപ്പോസ്തലന്മാരെ.
അതുകൊണ്ടാണല്ലോ അവർ അതിൻ്റെ പ്രസംഗകരായി മാറിയത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോസ്തലന്മാർ. ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രശംസിക്കുന്നു. അവരുടെ ലൈഫിൽ ആ ഒരു സോയ ലൈഫ് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നവരാണ്. അബൻഡൻറ്റ് ലൈഫാണ്, അബൻഡൻറ്റ് ലൈഫ്. പോരാട്ടമില്ല, നല്ല പ്രശ്നങ്ങളില്ല, നല്ല, പക്ഷെ അതിനകത്ത് ജയകരമായി ജീവിക്കാൻ സോയ ലൈഫ് നമ്മളെ സഹായിക്കും. എല്ലാ ദൈവമക്കൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആ സോയ ലൈഫ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ മാത്രമായിരിക്കാം ആ സോയ ലൈഫിൽ വരുന്നത്, പക്ഷെ നിങ്ങളുടെ മാറ്റം വീട്ടിലുള്ളവർക്ക് ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുടെ ആ ജീവിതം വീട്ടിലുള്ളവർക്ക് ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുടെ ചർച്ചിലുള്ളവർക്ക് ആശ്ചര്യകരമായിരിക്കും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ആ സോയ ലൈഫിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വികാരങ്ങളിൽ നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. വികാരം നിയന്ത്രിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നയിക്കുന്ന, കർത്താവ് നൽകുന്ന പുതിയ ആത്മാവും പുതിയ ഒരു ചൈതന്യത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സോയ ലൈഫിനെ പരിധിയില്ലാത്ത ആ ഒരു ജീവിതത്തെ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തമായ ആ ജീവൻ ഞങ്ങളുടെ മേൽ ഉണ്ട് എങ്കിലും അതൊരു പരിധി വരെ മാത്രമേ ഞങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ കർത്താവേ, വിലയേറിയ വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസത്താൽ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആ സോയ ലൈഫിന് വെച്ച എല്ലാ പരിമിതികളും ഈ സെക്കൻഡിൽ ബ്രേക്ക് ചെയ്ത് മാറ്റുന്നു. ദൈവത്തിൻ്റെ ജീവനും സ്വഭാവവും ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ദൈവമേ, ഞങ്ങളുടെ സ്വയം ഞങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ ഞങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് പലപ്പോഴും ആ സോയ ലൈഫ് പുറത്തേക്ക് ഒഴുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ കർത്താവേ, അത് ഞങ്ങളിലേക്ക് അൺഫ്രീസ് ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ ബൗണ്ടറികളും ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വികാരങ്ങളിലാകുന്ന ബന്ധനങ്ങൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. സ്വഭാവമാകുന്ന ബന്ധനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ആ സോയ ലൈഫ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴുകി തുടങ്ങട്ടെ. ആ സോയ ലൈഫ് ഞങ്ങളിൽ ഇപ്പോൾ തന്നെ ആക്റ്റീവ് ആകട്ടെ. കർത്താവെ, ഫ്രീസായിരിക്കുന്ന ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ അൺഫ്രീസ് ചെയ്യുന്നു. ലോക്കായിരിക്കുന്ന എല്ലാ ഗിഫ്റ്റുകളും യേശുവിൻ്റെ നാമത്തിൽ അൺലോക്ക് ചെയ്യുന്നു. ബ്ലോക്കായിട്ട് നിൽക്കുന്ന എല്ലാ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസാധാരണമാകുന്ന ജീവൻ ഇപ്പോൾ തുടിച്ചു തുടങ്ങട്ടെ. ആഴമേറിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. അങ്ങനൊരു സോയ ലൈഫ് ഇത് കൊതിക്കുന്ന ദൈവമക്കളുടെ മേൽ ആക്റ്റീവ് ആകട്ടെ. അങ്ങനൊരു സോയ ലൈഫ് യേശുവിൻ്റെ നാമത്തിൽ ആക്റ്റീവ് ആകട്ടെ. അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ. വികാരങ്ങളെ ജയിക്കുന്ന ഒരു ജനറേഷൻ, വികാരങ്ങളെ ജയിക്കുന്ന ഒരു ജനറേഷൻ, ടെംപ്റ്റേഷൻസിനെ ജയിക്കുന്ന ഒരു ജനറേഷൻ യേശുവിൻ്റെ നാമത്തിൽ പ്രായഭേദമന്യേ ഇതിനകത്ത് ഉരുവാകട്ടെ. അതിനെ സഹായിക്കുന്ന സോയ ലൈഫ്, a God's kind of life ഇതിനകത്ത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. in the name of Jesus. അതിനകത്തുള്ള സൗഖ്യങ്ങൾ, അതിനകത്തുള്ള സകലവിധ നന്മകൾ, അതിനകത്തുള്ള എല്ലാവിധ സാധ്യതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ തുടരുക, ജോയിൻ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ദൈവം വലിയ അത്ഭുതം നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകടിയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.